നിറത്തിന്റെ പേരിൽ കലാഭവൻ മണിയുടെ നായികയായി അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ദിവ്യ ഉണ്ണിയല്ല. വെളിപ്പെടുത്തലുമായി വിനയൻ. നടി ദിവ്യ ഉണ്ണി കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചു എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ. കലാഭവൻ മണിക്കെതിരെ പറഞ്ഞത് ഒരു പ്രശസ്ത നടിയാണെന്നും അവരുടെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1996 ഒക്ടോബറിൽ താൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കല്യാണ സൗഗന്ധികം എന്ന സിനിമയെക്കുറിച്ചുള്ള പോസ്റ്റർ വിനയൻ വ്യാഴാഴ്ച ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതിന് ലഭിച്ച കമന്റിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കലാഭവൻ മണിയുടെ നായികയാകാനില്ലെന്ന് ഒരു നടി പറഞ്ഞെന്ന് വിനയൻ പറഞ്ഞ ഈ സിനിമയെ പറ്റിയല്ലേ എന്നായിരുന്നു പോസ്റ്റിൽ ലഭിച്ച കമന്റ്. ദിവ്യ ഉണ്ണി കലാഭവനെ അപമാനിച്ചെന്ന പേരിലുള്ള സംഭവം നടന്നത് കല്യാണ സൗഗന്ധികം സിനിമയുടെ സെറ്റിൽ വെച്ചല്ലെന്നും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ സെറ്റിലായിരുന്നുവെന്നും വിനയൻ പറഞ്ഞു. മാത്രമല്ല, പ്രശസ്തയായ ഒരു നടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്നും ആ നായക നടിയുടെ പേര് താൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. കല്യാണ സൗഗന്ധ്യത്തിൽ മണിയുമായി ലവ് സീനുള്ള ഈ പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ, മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല, എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണെന്ന് പറഞ്ഞ ദിവ്യയെ പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണ അവതരിപ്പിച്ചിരുന്നു. അത് ശരിയുമായിരുന്നു. ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു 14-കാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയെ മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പുതുമുഖമായതുകൊണ്ട് തന്നെ സൗമ്യതയോടെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു, വിനയൻ വ്യക്തമാക്കി. കലാഭവൻ മണി കല്യാണ സൗഗന്ധ്യത്തിലുണ്ടായ കാര്യം പറഞ്ഞതും വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിലേക്ക് നായിക അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലർ എഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആരോപണം മുഴുവനായി വന്നതാണെന്നും വിനയൻ വ്യക്തമാക്കി. വർഷങ്ങളായി ദിവ്യ ഉണ്ണിക്കെതിരെ ആരോപിക്കപ്പെടുന്ന സംഭവത്തിന് വിരാമമാവും വിധത്തിലാണ് വിനയന്റെ തുറന്നു പറച്ചിൽ. വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണിയല്ല. ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഇത്രയും എഴുതിയത്, വിനയൻ കമന്റിന് മറുപടിയായി വിശദീകരിച്ചു. എന്നാൽ ഇത്രയും കാലം ദിവ്യ ഉണ്ണി നേരിട്ട സൈബർ ആക്രമണത്തിന് ആരുത്തരം പറയുമെന്ന ചോദ്യം ബാക്കിയാകുന്നു. അപൂർണമായ വെളിപ്പെടുത്തലുകളും ഊഹാപോഹങ്ങളും പലർക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതാകുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ് ഈ ഒരു വിഷയം.